എവിടുന്ന വരുന്നപ്പോ രാത്രി റോഡ് ക്രോസ് ചെയ്ത് വരുമായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ? ഈ റോഡ് ക്രോസ് ചെയ്ത് രാത്രി നേരത്തെ സൂക്ഷിക്കണേ. ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കാം. രാത്രി എന്നെ കാണാൻ വന്നതല്ലേ, ഇപ്പൊ ഞാൻ തിരിച്ചാക്കാം. അമ്മച്ചി രാത്രി റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നിട്ടാണ്. മെസ്സിയെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സ്റ്റേഡിയം ബോച്ചെ 1000 ഏക്കറിൽ ഒരു വലിയ സ്റ്റേഡിയം തുടങ്ങണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഗവൺമെന്റ് മെസ്സിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരാം എന്നൊരു ആഗ്രഹമുണ്ട്. മറഡോണയുള്ള കാലത്ത് തന്നെ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അർജന്റീനയിൽ പോയി അവിടെയൊക്കെ കണ്ട് സംസാരിച്ച് ഓക്കെ ആയി. ആ സമയത്താണ് മെസ്സിയും മറഡോണയും തമ്മിൽ തെറ്റിയത്. അതുകൊണ്ട് പിന്നെ ഒരു വണ്ടിക്ക് പോയില്ല എന്നായതുകൊണ്ട് അന്ന് അത് മാറ്റിവെച്ചതാണ്. അല്ലെങ്കിൽ അന്ന് രണ്ടുപേരും ഞാൻ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള പ്ലാനായിരുന്നു. അല്ല, ഞാൻ കൊണ്ടുവരുമ്പോ സ്റ്റേഡിയം സെറ്റ് ചെയ്തിട്ടേ കൊണ്ടുവരുള്ളൂ. ഒരു ഓപ്ഷൻ വയനാടാണ്, അവിടെ ഇഷ്ടംപോലെ ലാൻഡ് ഉണ്ട്. അല്ല പിന്നെ ഇവിടെ എനിക്ക് ഒരു 62 ഏക്കർ ഭൂമിയുണ്ട്. അല്ലെങ്കിൽ ഇനി വേറൊരു ലാൻഡ് വാങ്ങാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു സ്ഥലത്ത് സ്റ്റേഡിയം, അതിനോട് ബന്ധപ്പെട്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു 1 ഡേ സെലിബ്രിറ്റി മാച്ച് വെക്കുക. പിന്നെ അതിനുശേഷം അർജന്റീനിയൻ കോച്ചസിനെയൊക്കെ കൊടുത്തിട്ട് ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കാലത്ത് തന്നെ ഒരു വേൾഡ് കപ്പില് ഒരായിരം നന്ദി പറയുന്നു. ആദ്യം തന്നെ അഞ്ജലി ഇലക്ട്രോണിക്സ് ആൻഡ് ഫർണിച്ചർ, മൊബൈൽസ്, എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സും, ഇലക്ട്രോണിക്സ് ആയാലും TV, മിക്സി, വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും അവൈലബിൾ ആണ്. മൊബൈൽ ഫോണും എല്ലാ ബ്രാൻഡിന്റെയും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നിങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, ഒത്തിരി ഡിസ്കൗണ്ട്സും ഡിസ്കൗണ്ട്സും ഓഫേഴ്സുമാണ് അഞ്ജലി മൊബൈൽസ് ഇലക്ട്രോണിക്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫർ. ഈ വാർത്തകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ ഹണി റോസ് നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഹണി റോസ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇങ്ങനെ വാർത്തകളിൽ ഇടം നേടിയത്. പൊതുവേദിയിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും തനിക്കെതിരെ നടത്തിയ അശ്ലീല പരാമർശങ്ങളെ തുടർന്നാണ് ഈ ഒരു ബോബിക്കെതിരെ ഹണി റോസ് പരാതി നൽകിയത്. തുടർന്ന് ബോബി ചെമ്മണ്ണൂർ അകത്താവുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഒരു സംഭവം ഹണി റോസിന് സമൂഹത്തിൽ നിന്നും പ്രശംസയും അതുപോലെ പിന്തുണയും നേടിക്കൊടുക്കുകയായിരുന്നു. അതേസമയം ചിലർ താരത്തിന്റെ ഈ ഒരു വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തും വന്നിരുന്നല്ലോ. ഈ ഒരു ബോച്ചെ വിഷയത്തിന് ശേഷം ഹണി റോസ് പങ്കുവയ്ക്കുന്ന എല്ലാ വീഡിയോസിനും താഴെ അധിക്ഷേപ കമന്റുകളുമായിട്ടാണ് നിരവധി പേര് എത്താറുണ്ടായിരുന്നത്. താൻ പങ്കെടുക്കാൻ പോകുന്ന ഉദ്ഘാടന പരിപാടിയിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഹണി റോസ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നത്. ആ ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി വിമർശന കമന്റുകൾ തന്നെയായിരുന്നു. ഒരൊറ്റ പോസിറ്റീവ് കമന്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വിരളമാണെന്നെങ്കിൽ പറയാം. എന്നാൽ ഇപ്പോഴിതാ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഹണി റോസിന്റെ വീഡിയോയും വൈറലാവുകയാണ്. ഹണി റോസിന്റെ പരിപാടികൾക്ക് ഇനി ആരുമുണ്ടാകില്ല എന്ന് പറഞ്ഞ ബോച്ചെ ആരാധകർ ഈ ഒരു ആൾക്കൂട്ടം കാണണം എന്നാണ് ഒരു കൂട്ടർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. എന്നാൽ മറുകൂട്ടമോ ഹണി റോസിനെയും പരിപാടിയെയും പരിഹസിച്ചുകൊണ്ട് എത്തുന്നവരുമുണ്ട്. ഈ ഒരു വീഡിയോ ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയ പേജിലും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ സമാനമായിട്ടുള്ള കമന്റ്സുകൾ തന്നെയാണ് വരുന്നത്. കുറെ സ്കൂൾ കുട്ടികളെ കാശ് കൊടുത്ത് എത്തിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചതായി തോന്നുന്നു. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ പറയുന്നതാണ്. കാരണം അതിൽ മൊത്തം സ്കൂൾ യൂണിഫോമിലിട്ട കുറച്ചേറെ കുട്ടികൾ അതിലെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ ഒരു കമന്റ് വന്നത്. ഇത് കണ്ടിട്ട് കാശ് അങ്ങോട്ട് കൊടുത്താണ് ഉദ്ഘാടിക്കുന്നത് എന്ന് തോന്നുന്നു. കുറെ സ്കൂൾ കുട്ടികളെ ഇറക്കിയിട്ടുണ്ടല്ലോ. അടുത്തൊരാളുടെ കമന്റാണ്. അപ്പോൾ അനക്ക് മര്യാദയ്ക്ക് തുണി ഉടുക്കാൻ അറിയാമല്ലേ, ബോച്ചെ വേണ്ടി വന്നല്ലേ ഇങ്ങനൊരു മാറ്റത്തിന്, എല്ലാം നല്ലതിന്. ശരിക്കും അത് പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാരണം ഇപ്പൊ ഹണി റോസ് ഈ ഒരു ഉദ്ഘാടനത്തിന് വന്ന വേഷം കണ്ട് എന്ത് മാന്യമായിട്ടാണ് വന്നിരിക്കുന്നല്ലേ. പ്രത്യേകിച്ചും ആ ഒരു വസ്ത്രത്തിൽ അവര് വളരെ സുന്ദരിയായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാന്.
അപ്പം ഇവർക്ക് മര്യാദ കീപ്പ് ചെയ്യാൻ അറിയാം എന്നാണ് ഒരാള് ചോദിച്ചിരിക്കുന്നത്. കുറെ സ്കൂൾ കുട്ടികളെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വാളയാറുള്ള അണ്ണന്മാര്, വീണ്ടും സ്കൂൾ കുട്ടികൾ. ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ സ്കൂൾ കുട്ടികളുടെ കാര്യത്തില്. മൊത്തം സ്കൂൾ കുട്ടികൾ, ബാക്കിയൊക്കെ അണ്ണന്മാരും. 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളാണ് മഹാഭൂരിപക്ഷ ഓഡിയൻസും. പിള്ളേർ ഹണിയിൽ നിന്നും എന്ത് ആസ്വദിക്കാനാണ് വരുന്നതെന്ന് കുട്ടികളുടെ സ്വന്തം തള്ളമാരും തന്നമാരും മനസ്സിലാക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗം പറയുന്നത് നല്ല ജനസാഗരം ഉണ്ട് എന്ന് തന്നെയാണ്, മറുഭാഗം പറയുന്നത് കാശ് കൊടുത്ത ആളെ വരുത്തിച്ച്. എന്തായാലും എന്തോ ആകട്ടെ, ഹണി റോസ് ഇത്രയും കഴിഞ്ഞതിന് ശേഷം, ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടായതിനു ശേഷം പോലും ഈ ഒരു ഉദ്ഘാടനത്തിന് ഇറങ്ങിയല്ലോ. അപ്പൊ അത് അവരുടെ കോൺഫിഡൻസ്, ആ ഒരു വസ്ത്രദാനത്തിന് തന്നെ ഒരു മാറ്റം വന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് തന്നെയാണല്ലേ. ഇനിയുള്ള ഉദ്ഘാടനത്തിലേക്ക് ഇതുപോലെയുള്ള വേഷങ്ങൾ തന്നെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. ശരിക്കും ഇവരുടെ വസ്ത്രദാനത്തിൽ തന്നെ ഈ ഒരു മാറ്റം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അല്ലെ. കാരണം അവരുടെ വസ്ത്രം ശരിയാണ്, ഓക്കെ ആണെങ്കിൽ ബോച്ചെ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് തന്നെ ബോച്ചയ്ക്കെതിരെ തന്നെയായിരുന്നു ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചത്. മെയിൻലി ഒരു സ്ത്രീ എന്ന പരിഗണനയെക്കാളും അവർ ചെയ്തത് അവരുടെ ആ വസ്ത്രദാനത്തെ കുറിച്ചാണ്. കാരണം വരുന്ന തലമുറകളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രദാനമായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ പരാമർശിച്ചതും ഈ ഒരു വസ്ത്രദാനത്തെ കുറിച്ച് തന്നെയായിരുന്നു. എനിവേ എന്തായാലും ഇനി ഉദ്ഘാടനവുമായിട്ട് ഹണി റോസ് ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് ഈ ഒരു ഫസ്റ്റ് ഉദ്ഘാടനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനിപ്പോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ആര് ഉദ്ഘാടനത്തിന് വിളിച്ചാലും താൻ പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹണി റോസ് ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബോച്ചയുടെ 2 കടകൾ ഇനി ഉടനെ ഈ ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഉദ്ഘാടനത്തിന് ഇറങ്ങുകയാണ്. അതും ഒന്ന് ദുബായിലാണ് വെച്ചാണ് ഷോറൂം. ഒന്ന് ദുബായ് ഷോറൂമിലും അതുപോലെ തന്നെ ഒന്ന് കേരളത്തിൽ തന്നെയാണ് ആ ഷോറൂം ഉള്ളത്. അപ്പൊ ഈ ഒരു ഉദ്ഘാടന വേളയിലും ഒരു പ്രമുഖ നടി തന്നെയാണ് വരുന്നത്. ഓൾറെഡി ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഈ ഒരു മാധ്യമ പ്രവർത്തകർ അതുപോലെ പലരും വിചാരിച്ചു ഇനി ഒരു നടിമാരും ഈ ഒരു വഷളന്റെ കടയിൽ അല്ലെങ്കിൽ വഷളന്റെ സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന് പോകില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാലും അതെല്ലാം തിരിച്ചടിച്ചുകൊണ്ട് തന്നെയാണ് ബോച്ചെ ഇപ്പം 2 കടകൾ ഉദ്ഘാടനം ചെയ്യുന്നു. ഒന്ന് ജനുവരി അവസാനത്തോടു കൂടി, മറ്റൊന്ന് ഫെബ്രുവരി മാസത്തിലുമാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് ഈ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹം തിരിച്ച് ഇറങ്ങിയിരിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ അദ്ദേഹം മെസ്സിയെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയുമുണ്ട്. അത് ഓൾറെഡി അദ്ദേഹം മുന്നേ പറഞ്ഞിരുന്നതാണ്. അതായത് ഈ ഒരു ബ്രാൻഡ് അംബാസഡർ, ചെമ്മണ്ണൂരിന്റെ ബ്രാൻഡ് അംബാസഡർ ആക്കാനുള്ള ഒരു പദ്ധതി ബോബി ചെമ്മണ്ണൂരിനുണ്ട്. അപ്പൊ മുന്നേ മറഡോണയൊക്കെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ തന്നെ മെസ്സിയും കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിരുന്നതിന് പക്ഷെ നടന്നില്ല. ഇനി മെസ്സിയെ കൊണ്ടുവരുന്നെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളും സ്റ്റേഡിയം എല്ലാം അദ്ദേഹം ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവരും. അതായത് ഗവൺമെന്റ് കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ മെസ്സി ഉറപ്പായിട്ടും ബോച്ചെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഇതോടൊപ്പം നമ്മുടെ ഹണി റോസിന്റെ പുതിയൊരു സിനിമ ഉണ്ടല്ലോ, റേച്ചൽ സിനിമ, അതും ഫെബ്രുവരി 28 റിലീസിന് ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഈ ഒരു ഫിലിം എങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നതെന്നും അറിയില്ല. മറ്റു ഭാഷകളിലുമായിട്ടാണ് ഈ ഒരു റേച്ചൽ സിനിമ പുറത്തിറങ്ങുന്നത് തന്നെ. എന്തായാലും ആ ഒരു സിനിമ പുറത്തിറങ്ങുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ഇത് സ്വീകരിക്കുക എന്നുള്ള കാര്യം അന്ന് അറിയാൻ സാധിക്കും. കാരണം ശരിക്കും ഒരു സിനിമ നല്ലതാണെങ്കിൽ അത് ഓൾമോസ്റ്റ് ജനങ്ങൾ അക്സെപ്റ്റ് തന്നെ ചെയ്യല്ലേ. അതിപ്പോ ഏത് തരം വ്യക്തികൾ അഭിനയിച്ചാലും ശരി അല്ലെ, സിനിമ നല്ലതാണോ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും.